ഇന്നത്തെ ഉച്ചയോണേ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മുടെ കേരള സ്റ്റൈൽ നല്ല കറുത്ത കളറുള്ള ബീഫ് ഫ്രൈ ഉണ്ടല്ലോ അതുണ്ടാക്കാന്ന് വിചാരിച്ചേ. ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. വരുന്ന ആൾക്ക് എരിശ്ശേരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ വൻപയറും മത്തങ്ങയും പിന്നെ പപ്പായ ഉണ്ടല്ലോ, ചെറുതായിട്ട് പഴുത്തു തുടങ്ങിയ പപ്പായ കൂടി ഇട്ടിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കിയേ. എരിശ്ശേരി പിന്നെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. വൻപയർ മാത്രമല്ല, ഞാൻ ചെറുപയറും ഇട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എരിശ്ശേരി. എൻ്റെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള കറി പരിപ്പ് കറിയാണ്. എൻ്റെ കെട്ടിയവൻ ആഴ്ചയിൽ 7 ദിവസം പരിപ്പ് കറിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മീനില്ലാത്ത പരിപാടിയില്ലല്ലോ. അപ്പം കുറച്ച് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പം അത് ഞാൻ വറുത്തെടുക്കുവാണേ. ഇത് എന്ത് മീനായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. വറ്റയായിരുന്നു കേട്ടോ. പരിപ്പും പപ്പടവും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പപ്പടവും കൂടി കാശാന്നേ. ഇനി ഒരു പായസം കൂടി ആയാലോ. സേമിയയുടെ പാക്കറ്റ് ഇരിക്കണ്ടേ. ഇതോ ഇങ്ങനത്തെ ചെറിയ ചെറിയ സേമിയയുടെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ, പെട്ടെന്ന് വെന്തം കിട്ടും. വർക്കോൺ ചെയ്യണ്ട. കണ്ടോ, നല്ല കളറിലല്ലേ ഇത് തരുന്നത്, വർക്കോൺ ചെയ്യണ്ട. അപ്പം അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നത്തെ ഉച്ചകൊണ്ട് പരിപാടി അവസാനിപ്പിക്കുവാണേ. വിഭവങ്ങൾ അധികം ഉള്ളത് കൊണ്ട് ഞാൻ വലിയ പ്ലേറ്റ് ആട്ടോ എടുത്തേക്കുന്നത്. നല്ല ചൂട് ചോറ് വിളമ്പി, അതിലോട്ട് എരിശ്ശേരി വിളമ്പി, പിന്നെ നമ്മുടെ നല്ല കറുത്ത കളറിലുള്ള ബീഫ് ഫ്രൈ ഉണ്ടല്ലോ അതും വിളമ്പിയിട്ട് ഞാനൊരു സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ വറുത്തതും പപ്പടവും അച്ചാറും പായസം കൂടി വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് കറി കൂടി ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇന്നത്തെ ഉച്ചയോടെ കുശാലായേ.